കൊരട്ടി പഞ്ചായത്തിനോട് എംഎൽഎ അവഗണന കാണിക്കുന്നുവെന്ന് ആരോപിച്ച് എംഎൽഎക്കെതിരെ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. ബിജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊരട്ടിയോട് എല്ലാ അർത്ഥത്തിലും അവഗണന തുടരുകയാണെന്നും വികസന കാഴ്ചപ്പാടില്ലാത്തയാളാണ് എംഎൽഎ എന്നും സൂക്ഷ്മതയോ കൃത്യതയോ വേഗതയോ നാടിനെക്കുറിച്ചുള്ള അറിവോ അദ്ദേഹത്തിനില്ലെന്നും പ്രസിഡന്റ് പി.സി. ബിജു പറഞ്ഞു. കൊരട്ടി ഗാന്ധിഗ്രാം ത്വക്കുരോഗ ആശുപത്രിയുടെ വികസന കാര്യങ്ങളിൽ തികച്ചും അനാസ്ഥയാണ് എംഎൽഎ കാണിക്കുന്നതെന്നും മുൻ എംഎൽഎയുടെ കാലത്ത് തുടങ്ങിവെച്ച വികസനങ്ങൾ തുടരാൻ പോലും സാധിച്ചിട്ടില്ലെന്നും നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് അന്തേവാസികളെ ഈ മാസം 25-ാം തീയതി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാറ്റിപ്പാർപ്പിക്കുമെന്നും പ്രസിഡന്റ് പി.സി. ബിജു കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ LDF ജനപ്രതിനിധികളുടെ വാർഡുകളിലേക്ക് യാതൊരുവിധ ഫണ്ടും അനുവദിക്കുന്നില്ലെന്നും ജലജീവൻ പദ്ധതികൾക്കായി കുഴിച്ചിട്ട റോഡുകൾ നവീകരിക്കാൻ വേണ്ട ഒരു നടപടിയും സ്വീകരിക്കാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ചിറങ്ങര ശബരി ഇടത്താവളം പൂർത്തിയാകാതെ കിടക്കുകയാണെന്നും യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്നും പി.സി. ബിജു പറഞ്ഞു. നാടറിയാത്ത നാട്ടുകാരെ അറിയാത്ത എംഎൽഎ സനീഷ് കുമാർ ജോസഫിനെതിരെ കുറ്റപത്രവുമായി ജൂലൈ മാസത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഷൈരി ഷാജി, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KR സുമേഷ്, പഞ്ചായത്ത് അംഗം ലിജോ ജോസ് എന്നിവരും പങ്കെടുത്തു. വികസന പ്രവർത്തനങ്ങളുള്ള അവഗണനയ്ക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം ഒരു പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇതിലുള്ള പ്രസ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊരട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരുപാട് വികസനത്തിന് സാധ്യതയുള്ള വിഭവങ്ങൾ കൊരട്ടിക്കകത്തുണ്ട്. അത് ഗാന്ധിഗ്രാം ഹോസ്പിറ്റലിലെ ഭൂമിയായാലും അടച്ചുപൂട്ടപ്പെട്ട മദ്രാഗോൾസിന്റെ സ്ഥലം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിന്റെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലം, ഇതിലേക്കൊക്കെ അനന്തമായ സാധ്യതകൾ കൊരട്ടിക്കകത്തുണ്ട്. അതിനനുസൃതമായി നാഷണൽ ഹൈവേ സമീപത്തുണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്, എയർപോർട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്നും പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭം കൊണ്ടുവരുന്നതിന് എംഎൽഎയുടെ ഭാഗത്തൊരു ഇടപെടലും ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് മുൻ എംഎൽഎ BD ദേവസ്വന്റെ കാലത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വിവിധ പദ്ധതികൾ